എന്തിനാടി ഇത്രയും വേഗം ഓടി വരുന്നേ? വല്ലയിടത്തും മറിഞ്ഞു വീഴില്ലേ? ഞാൻ നിന്നെ കാണാൻ ഓടി വന്നേ. എന്നെ കാണാൻ എന്തിനാ ഇത്ര ധൃതി കൂട്ടി വരുന്നേ? ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ച് പ്രതാപനെയും അയാളുടെ വാലായ ഉണ്ണിയും കണ്ടു. പ്രതാപൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാനാണെന്ന് അയാള് പറഞ്ഞത്. പാറുവിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ജനകന്റെ മുന്നിൽ വെച്ച് അവളെ ഞാൻ ഉപദ്രവിക്കും. അയാളുടെ പുന്നാരമോൾ അപ്പൊ അനുഭവിക്കുന്ന വിഷമം കണ്ട് അയാളുടെ ചങ്ക് തകരും. നമുക്കിത് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും പറയണം. ഈ കല്യാണം നിർത്തിയേ പറ്റൂ. നീതു, എങ്ങോട്ടും പോണ്ട. നീ അമ്പലത്തിൽ വെച്ച് കേട്ടതൊന്നും ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്കതാ. പാറു, അവൻ നിന്നെ ഉപദ്രവിക്കുന്ന പറയുന്നത്. അതെന്തിനാ ബാക്കിയുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നത്? ഇത് മുതിർന്നവരുടെ കാര്യ. നീ അതിലൊന്നും തലയിടണ്ട. ആവശ്യമില്ലാത്തതൊന്നും ആരോടും പറയുകയും വേണ്ട. എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യാൻ. വേണ്ട പാറു, അവൻ നിന്നെ ഒരുപാട് ദ്രോഹിക്കും. അവൻ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുകയാണെങ്കിലും ഞാൻ സഹിച്ചോളാം. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നീ സത്യം ചെയ് നീതു. ദേവകി, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ല. നീ കാർത്തിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാന്ന് എനിക്കറിയാം. അതെ, ആയുള്ള ആൺകുട്ടിയല്ലേന്ന് കരുതി അവനെ കണ്ണെടുത്ത് ഞാൻ വിശ്വസിച്ചത്. അവൻ പഠിച്ച് നല്ല ജോലിക്ക് പോണെന്ന് കരുതി തന്നെയാ എല്ലാം ചെയ്തത്. അവന്റെ താഴെ 2 പെൺകുട്ടികൾ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതല്ലേ അവൻ ഒളിച്ചോടിയത്. ദേവകി, നീ ആ നന്ദി കെട്ടവനെ കുറിച്ച് ആലോചിച്ച് കരയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് 2 പെൺകുട്ടികളേ ഉള്ളൂ. അവൻ ചെയ്ത തെറ്റ് കാരണം നശിച്ചത് ലക്ഷ്മിയുടെ പാറുവിന്റെയും കൂടെ ജീവിതമല്ലേ. ഒരുത്തിയുടെ ഭാവി രക്ഷിക്കാൻ മറ്റൊരുത്തിയെ ത്യാഗം ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നല്ലോ. നാട്ടുകാരെല്ലാം മൂത്തവളെ കെട്ടിച്ചു വിടാൻ ഇളയുടെ പണയം വെച്ചു എന്നല്ലേ പറയൂ. എല്ലാം നാശം കാരണമല്ലേ. നാട്ടുകാരെന്തൊക്കെ സംസാരിക്കുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പാറുവിന് ശരിക്കും രുദ്രനെ ഇഷ്ടമാണെങ്കിൽ അവിടെ കല്യാണം നടത്താൻ നമ്മൾ കൂടെ നിൽക്കും. പക്ഷേ എനിക്ക് രുദ്രനെ തീരെ വിശ്വാസമില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അവന്റെ അടുത്ത് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടും എന്താ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നേ? രുദ്രൻ എപ്പോഴും അവന്റെ അച്ഛൻ മരിച്ചതിൽ എന്നോട് പകയുണ്ട്. അങ്ങനൊരുത്തൻ എന്റെ മോളോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. രുദ്രൻ അങ്ങനെയൊന്നും പെരുമാറുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയില്ല. നിനക്കങ്ങനെ തോന്നാൻ എന്താ കാരണം? ശരിക്കും അവന് നമ്മളോട് പകയുണ്ടായിരുന്നെങ്കിൽ അവൻ ലക്ഷ്മിയെ രക്ഷിക്കുമായിരുന്നോ? നിങ്ങളോടുള്ള ദേഷ്യത്തെക്കുറിച്ച് അവൻ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞില്ലേ? പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മനസ്സിലെ പക പുറത്ത് കാണിക്കാതെ അവസരം നോക്കി പുറകിൽ നിന്ന് കുത്തുകയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, കാർത്തി ആഭരണങ്ങൾ എടുത്ത് ഒളിച്ചോടിയതിന് ലക്ഷ്മിയെ വേണ്ടെന്ന് പറഞ്ഞ് ചെറുക്കിന്റെ വീട്ടുകാർ പോയതുപോലല്ലേ രുദ്രനെ അവന്റെ അച്ഛൻ നടത്തിയ മോഷണത്തിന്റെ പേരിൽ വെറുക്കുന്നത്. നീ പറയുന്നതിലും കാര്യമുണ്ട്. വെറുതെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ. എല്ലാം ദൈവനിശ്ചയമായിരിക്കും. ദൈവം നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രം വരുത്തട്ടെ.
എന്താ മോളെ ചേട്ടനോട് ഇത്ര ദേഷ്യം? ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ചേട്ടൻ ഈ ലോകത്തെ ഏറ്റവും വലുത് ഞാനാണെന്നാ. ഓ, ഇപ്പോഴാ മനസ്സിലായത് ചേട്ടൻ എന്നെക്കാൾ വലുത് ആ പാറുവാണെന്ന്. അങ്ങനെയാണോ നിനക്ക് തോന്നിയത്? പിന്നെ എങ്ങനെ തോന്നണം? സൈക്കിൾ റേസിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ തോൽപ്പിച്ച് അപമാനിച്ച അവളെ തന്നെ ചേട്ടന് കല്യാണം കഴിക്കണോ അല്ലേ? ഈ നാട്ടിൽ എന്താ വേറെ പെണ്ണുങ്ങളില്ലേ? മോളെ, എന്റെ ഉദ്ദേശം അവളെ കല്യാണം കഴിച്ച് പ്രേമിച്ച് കറങ്ങി നടക്കാനല്ല. എനിക്ക് അവളോട് തീർക്കാൻ ചില കണക്കുകൾ ബാക്കിയുണ്ട്. ആ ജനകൻ നമ്മുടെ അച്ഛനോട് ചെയ്തത് ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റില്ല. നീ എന്ന് വെറും കുട്ടിയാ, പക്ഷേ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പാറുവിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞ എനിക്ക് അവളെ എന്റെ കയ്യിലെ കളിപ്പാവ പോലെ ഉപയോഗിക്കാം. നിന്നെ ഒരു ദിവസം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയന് അവളെ എല്ലാ ദിവസവും നിനക്ക് നാണം കെടുത്താം. നിന്റെ ആട്ടും തുപ്പ് സഹിച്ച് കാൽ കീഴിൽ കിടക്കുന്ന ഒരു ജോലിക്കാരിയായിട്ടാ ഞാൻ ആ പാറുവിനെ കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. അതെ, ഏട്ടൻ എപ്പോഴും ഏറ്റവും വലുത് എന്റെ മോള് തന്നെ. ഇങ്ങനെ ഇരുന്നാ മതിയോ? രുദ്രനും കൂട്ടരും വരുന്നതിന് മുമ്പ് നമുക്ക് കുറെ ജോലിയില്ലേ? എന്നെ കൊണ്ട് ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ദേവകി. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. എഴുന്നേറ്റേ, പോയി കുളിച്ചിട്ട് വാ. വാ. ആ ശരി, നീ പോയി മക്കളെ എഴുന്നേപ്പിക്ക്, ഞാൻ വരാം. ആ പെട്ടെന്ന് അവിടെ ഇറക്ക്. ആരാ അത്? ആ, അറിയില്ല. ഇറക്ക് പെട്ടെന്നാവട്ടെ. എടി പിടിച്ചു ഓടറേ. ഞാൻ പോയി നോക്കാം, നീ ചെല്ല്. നോക്കി പിടിച്ചിറക്കടേ. ആ നിശ്ചയമായിട്ട് ഇതുവരെ റെഡി ആയില്ലേ അച്ഛാ? അച്ഛനോ? അല്ല, കല്യാണം കഴിഞ്ഞാൽ നിങ്ങള് മുതലാളിയുടെ അമ്മായി അച്ഛനാവുമല്ലോ. മുതലാളിയുടെ അമ്മായി അച്ഛനെ ഞാൻ അച്ഛന്റെ സ്ഥാനത്താ കാണുക. എന്താ ഇതൊക്കെ? കല്യാണ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളാ. ലക്ഷ്മിയുടെ കല്യാണം മുടങ്ങിയുള്ള വിഷമത്തിലായതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലെന്ന് മുതലാളിക്കറിയാം. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒരു കുറവും വരാതെ നോക്കാൻ മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. ഇവരൊക്കെ ആരാ? നിശ്ചയത്തിന് വിടുന്ന ഒരുക്കങ്ങൾ നടത്താനായി നമ്മളെ സഹായിക്കാൻ രുദ്രനയച്ചോരാ. അച്ഛൻ നോക്കിക്കാതെ പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. അമ്മേ, അച്ഛനകത്തോട്ടൊന്ന് കൊണ്ടുപോയി. ഇവിടെ ഉള്ള പണികളെല്ലാം ഞാൻ നോക്കിക്കോളാം. എടാ എടുത്തോണ്ട് പോടാ, ഞാൻ എടുത്തുതരാം. ഇയാൾ എന്തിനാ എന്നെ അമ്മയെന്ന് വിളിക്കുന്നേ? അവരെന്നെ അച്ഛന്നാ വിളിച്ചത്. നീ അതൊക്കെ വിട്ടുകളാ. നീ എന്ന് പാറുവിനെ തയ്യാറാക്കാൻ നോക്ക്. ചെല്ല്. പെട്ടെന്ന് എടുത്തോണ്ട് പോടാ. ഇത് പിടിച്ച് കട വെച്ചോട്. പെട്ടെന്നാവട്ടെ. എല്ലാം കൂടെ പറക്കി എന്റെ ഒരു ഉത്തരവാദിത്വം നോക്കിക്കോണേ.